ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ്. അത് നമുക്ക് ചെയ്തു തരുന്ന ആരുമല്ല, ഈ വീടിൻ്റെ ഗൃഹനാഥിയായ എൻ്റെ സ്വന്തം അമ്മയാണ്. അപ്പോൾ അമ്മ പറഞ്ഞോളൂ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ വീട്, ഇതാണ് സിറ്റ് ഔട്ട്. ഇത് ആർക്കെങ്കിലും അറിയോ എന്താ സംഭവം എന്ന്? ഞങ്ങള് കൊട്ടിയൂര് പോയിട്ട് അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഓടപ്പൂവ്. പിന്നെ ഈ ചെടികളൊക്കെ എൻ്റെ ഏട്ടൻ്റെ നാത്തുൻ്റെ അനുചേച്ചിയുടെ പരിപാടീസാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ വരുമ്പം ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാള് വരുന്നത്. മക്കളുടെ അച്ഛന് പണി ആശാരിപ്പണിയാണ്. അപ്പൊ അവരുടെ കലാവിരുതാണ് മാറാല വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അത് എട്ടുകാലികളുടെ കലാവിരുതാണ്. ഇതൊക്കെ അച്ഛൻ്റെ മാസ്റ്റർ പീസുകളാണ്. ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഈ മരത്തിൻ്റെ വർക്കൊക്കെ ഇതൊക്കെ അച്ഛൻ്റെ വർക്കാണ്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഷെൽഫ്. ഇതിനകത്ത് ഇത് ഞങ്ങളുടെ ആദ്യത്തെ എന്താ പറയുക, നമ്മുടെ ആദ്യത്തെ ഇവിടത്തെ ഈ വീട്ടില് ജനിച്ച ആദ്യത്തെ കുട്ടിയല്ലേ ഈ വീട്ടില് നമ്മുടെ സ്വന്തം ദേവുട്ടൻ. ഇത് ഞങ്ങളുടെ കുഞ്ഞായിരിക്കുമ്പോ അതിലും കുഞ്ഞായിരിക്കണ ഇരിക്കുന്നതാണ്, ഈ കസാല ഇരിക്കുന്നതാണ് ദൃശ്യ. ആ ഉൾപ്പെട്ട് നിൽക്കുന്നത് ദിവ്യ, അതിൻ്റെ അടുത്തുള്ള വിഷ്ണുദാസ്. പൊന്നിട്ടന്റെ ചിരിയൊക്കെ അമ്മ. ഇതാണ് ഇപ്പൊ ചേച്ചിന്റെ രണ്ടാമത്തെ കുട്ടി. അവിടെ ആശുട്ട ഇതേപോലെയാണ് ആശുട്ടന്റെ ചിരി. പിന്നെ ഇത് എൻ്റെ ഏട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഞങ്ങള് മൂന്നാളും, ഞാനും അമ്മയും അച്ഛനും കൂടെ മൂകാംബികയെ പോയ ഫോട്ടോ. ഈ കുഞ്ഞിക്കുട്ടിയാരാ? പൊന്നൂട്ടനല്ലേ? ടാട്ടനാണ് അവിടെ കിടക്കുന്നേ. കണ്ടില്ലേ പൊന്നൂട്ടനൊക്കെ ഹെയർ സ്റ്റൈലും ഒക്കെ അമ്മയൊക്കെ വളരെ ഇനി താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശബരിമലയിൽ പോയ ഫോട്ടോ, അച്ഛൻ പണ്ട് ഗൾഫിൽ പോയ ഫോട്ടോ, മന്ത്രിന്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ. പിന്നെ ഇതെനിക്ക് ജപ്പാനിൽ കിട്ടിയ അവിടുത്തെ കുറെ സ്നേഹ സമ്മാനങ്ങൾ എന്നൊക്കെ പറയാം. ഇസ്കേന്ന് കിട്ടിയതാണ്. അത് മതി. ഇനി മെയിൻ ഹൈലൈറ്റ്സ് ഇതാണ് ഞങ്ങളുടെ ഒരു ഫോട്ടോ വാൾ എന്ന് പറയുന്നത്. ഇനി എംപ്റ്റി സ്പേസ് ഉണ്ട്. ഇത് ചേച്ചി, ഷിജേട്ടൻ. ഇത് നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോ ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ പോയെടുത്തപ്പോൾ. ഇത് റീസെൻ്റ്ലി കഴിഞ്ഞ ജനുവരിയിൽ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെ വീട്ടിലേറ്റവും എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ആശുവിൻ്റെ ഫേവറേറ്റ് ഏരിയ ഇത് തന്നെയാണ്. അതാണ് ആശുവിൻ്റെ പണിയാണ്. ഇവിടെ ഫുള്ള് ഭസ്മം എടുത്ത് പൂജിക്കുക എന്ന് പറയുന്നത് ആശുവിൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞു കൊടുക്ക്. ഇന്നലെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയും ആൽബം കണ്ടിട്ടില്ല. ഇതൊരു നോട്ട്ബുക്ക് പോലെ, ഇതൊരു ചെറിയൊരു ബുക്ക് പോലത്തെ ഒരു ആൽബം. ഇത് അതിൻ്റെ ബിഗ് വേർഷൻ. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇത് മെറ്റീരിയൽ ഗ്ലാസ് ആണ്. അപ്പം അതിൻ്റെ ഇത് കണ്ടാൽ തന്നെ അറിയാം. ലൈക്ക് ഇതൊരു ഗ്ലാസ് ആണ്. അപ്പം ഇത് തന്നെ നല്ല വെയിറ്റുള്ള ആൽബമാണ്. വെഡ്ഡിങ് ആൽബം. പിന്നെ ഇതെൻ്റെ അമ്മ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ട് അച്ഛൻ ചെയ്ത് കൊടുത്ത സോഫ സെറ്റിയാണ്.
അപ്പം ഇതിപ്പം നല്ല ഉപകാരമുള്ള സാധനമാണ്. ഇല്ലാണ്ട് കിടന്ന് ടി വി ആണെന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ് ഇവിടെ എല്ലാവർക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു എല്ലാവരും കൂടെ വന്നിരുന്ന് കഥ പറയാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇത് എൻ്റെ റൂമൊന്നൊന്നുമില്ല, ഇത് റൂം. ഞാൻ ഇപ്പൊ വന്ന കിടക്കുന്ന റൂം ഇതാണ്. തയ്യൽ മെഷീൻ, പഠിക്കാൻ മേശ, അവളുടെ അലമാര ഒക്കെയാണ്. അവൾക്ക് അവരൊക്കെ പോകുമ്പോൾ ജപ്പാനിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയ പെട്ടിയാണത്. ഇത് എൻ്റെ ഫ്രണ്ട്സുകൾ. പിന്നെ അവരുടെ റൂം എന്താണ്. ഇനി മാതാശ്രീയുടെ റൂം. ഇതാണ് നമ്മുടെ അമ്മേൻ്റെ റൂം. പിന്നെ ഈ 2 സാരി കിടക്കുന്നത്. ഇതെല്ലാരും വിചാരിക്കും ഇതെന്താണ് ഈ സാരി എന്ന്. ഞങ്ങള് കളിക്കണ ഊഞ്ഞാലാണ്. ഇത് ആശുൻ ദൈവം വന്നിട്ടുണ്ടെങ്കിലുള്ള അവരുടെ ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ്. എല്ലാവർക്കും കിടക്കാൻ നല്ല സുഖം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ 2 ജനലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. കാരണം നല്ല സുഖം അതിനകത്ത് കിടക്കാൻ. പിന്നെ ഇവർക്ക് ഇത് 2 ഉണ്ടായാൽ തന്നെ തല്ല. ഒന്ന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടും ഒന്ന് കുറച്ച് ഹൈറ്റ് കുറച്ച് താഴെ ഒന്ന് കുറച്ച് മുകളിലല്ലേ. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്നതിനാണ് തല്ല്. അപ്പോൾ അവർക്ക് 2 കിട്ടിക്കൊടുത്താലും അവർ തമ്മിൽ നല്ല അടിയാണ്. പിന്നെ ദിസ് ഇസ് അലമര. ഇതൊക്കെ ഞങ്ങളുടെ അച്ഛൻ്റെ പണിയാണ്. ഓക്കെ ബാ നെക്സ്റ്റ്. സ്റ്റെയർകേസ്. പിന്നെ അവിടെയാണ് ഒരു ബാത്റൂം വരുന്നത് താഴെ. എല്ലാം അച്ഛൻ. ക്രെഡിറ്റ് ഗോസ്റ്റ് അച്ഛൻ. ഇവിടുത്തെ മറ്റേ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം. ഇതാണ് അയൺ ചെയ്യുന്ന ഏരിയ. അപ്പം ഇതിപ്പോൾ അമ്മ എൻ്റർ ചെയ്യുന്നത് പണ്ടത്തെ ഞങ്ങളുടെ അടുക്കളയായിരുന്നു പണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പം അതൊരു ഡൈനിങ് ഹാള്, പിന്നെ റൂം, പിന്നെ ഇപ്പുറത്തെ റൂം. നേരെ പോയാൽ ഇവിടെയും ഒരു റൂമായിരുന്നു. നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ അടുക്കള അതായിരുന്നു. ഇപ്പം ഈ അടുക്കള മാറ്റി അടുക്കള റൂമാക്കി. പിന്നെ അടുക്കളേൻ്റെ സ്റ്റോർ റൂമായിരുന്നു ഇതൊരു ബാത്റൂമാക്കി. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമാക്കി. കിടക്കാനൊന്നും ആരുമില്ല, ആളുണ്ടാവുമ്പം കിടക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഡൈനിങ് ഹാള്. ഭക്ഷണം കഴിക്കല് നല്ലൊരു ജഗ്ഗായിരുന്നു. നിങ്ങൾക്ക് ഇതേ ഷേപ്പിലുള്ള ഒരു ജഗ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറഞ്ഞാൽ മാനുഫാക്ചർഡ് ബൈ വേറെ ആരോ, പക്ഷെ ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ചെയ്തേക്കുന്നത് ഈ ഇരിക്കുന്ന എൻ്റെ അമ്മക്കുട്ടിയാണ്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നല്ല ചൂട് വെള്ളം, അതായത് വെള്ളം ഒരു 200-250 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കുക, എന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് ഒഴിക്കുക. അപ്പം എന്താ അറിയില്ല, ഇതുപോലത്തെയൊക്കെ ആകൃതിയിൽ ഉരുകുന്നു കണ്ടപ്പോൾ നേരെ വെള്ളമുള്ള ബക്കറ്റിലേക്ക് വെച്ചു. അങ്ങനെ കൂടെ ചെയ്യണം. അതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുക്കി പോവുകയുള്ളൂ. അപ്പോഴേ എടുത്ത് വേറെ തണുത്ത വെള്ളത്തിലേക്ക് വെക്കണം. ജഗ് നല്ല ഷേപ്പായി. അത് പുതിയ ജഗ്ഗുകൾ വേണം ഇങ്ങനെ ചെയ്യാൻ. വാങ്ങി 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു കോലത്തിലേക്ക്. ഗൾഫിക്ക് പോയി കുറച്ച് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഞാൻ വാങ്ങിയത് ഇങ്ങനത്തെ ജഗ്ഗല്ലേ. ബേസ് പിന്നെ ഇത് മറ്റേ വെറൈറ്റി. ഇത് ഏട്ടൻ്റെ ഒരു ഇതാണ്. ലൈക്ക് കൈ കാണിച്ച് ലൈക്ക് ഓട്ടോമാറ്റിക്കലി സെൻസറുള്ള പൈപ്പാണ് ഏട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. പിന്നെ ഇവിടെയൊക്കെ മറ്റേ കുറേ കുഞ്ഞു സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നത് ആനിമേ പീസസ് ഒക്കെ എൻ്റെത്. ഇത് ഫ്ലിപ്കാർട്ട്. ഇത് എവിടുന്നോ. ഇത് പണ്ട് ഏതോ ആനിവേഴ്സറിക്ക് അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ കൊടുത്തതാ. ഗിഫ്റ്റാണ് അത്. ഇതൊക്കെ അച്ഛൻ. ക്രെഡിറ്റ് ഗോസ് ടു ഫാദർ ഓൺലി. അച്ഛൻ്റെ പരസ്യം അച്ഛൻ കാണണ്ട.
ഇത് ഇന്ന് ഇന്നലെ ഷിജേട്ടനോ ചേച്ചിയൊക്കെ വന്നപ്പോ കൊണ്ടുവന്ന അതെന്താ തിന്ന് തീർക്കാൻ, അതുകൊണ്ട് ഇന്ന് പോകണം, ട്യൂഷന് പോകണ്ട, ആയിക്കോട്ടെ ക്ലാസ്സിൽ പോകണ്ട, തിന്ന് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് കഴിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അടുക്കള. ഇത് ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ വീട്ടിനകത്ത് ഇതൊരു റൂമായിരുന്നു. പിന്നെ അത് അമ്മമ്മേന്റെയും അച്ഛമ്മേന്റെയും ഫോട്ടോ. പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇത് മാറ്റി ഇതൊരു ഡൈനിങ് ഹാളാക്കി. പിന്നെ ഈ ഒരു അടുക്കള പുതുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഓക്കെ. ഇത് അമ്മേന്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫ്. ആശുപത്രിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ മേമ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്. രൂപായിട്ടാ. അയ്യോ, ഞാൻ കിട്ടൂലെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് കഴിച്ചു നോക്കിയാ അമ്മ. ടേസ്റ്റ് നോക്കി. ഐസ്ക്രീമിന്റെ കോല് ടേസ്റ്റ് നോക്കി. സൂപ്പർ. ഒരു കെമിക്കലും ഇല്ല. മധുരം കുറവാണ്. മധുരം ഇടാണ്ട് ജ്യൂസ് അടിച്ചതാ. മധുരം ഇഷ്ടമല്ലാത്തോണ്ട് മധുരം ഇല്ലാതെ ജ്യൂസ് അടിച്ചതാണ്. പിന്നെ എന്റെ വേറൊരു അതിഥികളാണ്. ഇതാണ് എന്റെ അമ്മയുടെ ഇപ്പത്തെ എന്റെ കുട്ടികൾ. 3-4 മീനുണ്ട്. ഒരു മീന് 5 ഉണ്ടായിരുന്നു. പ്രസവിക്കാനായിരുന്നു പറഞ്ഞ് വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചത്തുപോയി. അയ്യോ, എന്തൊരു ആർട്ടിഫിഷ്യൽ സംസാരം. ചത്തുപോയി. പിന്നെ ഇത് കലണ്ടർ മസ്റ്റ് ആണല്ലോ. ഡേറ്റുകള് നോക്കിയാൽ അടുക്കളയിൽ തന്നെ വെച്ച പ്രശ്നമില്ല. പിന്നെ എന്റെ വാഷിംഗ് മെഷീനാണിത്. ഓട്ടോമാറ്റിക്കാണ്. കണ്ടാ മനസ്സിലാവും. നല്ല സഹായിയാണ്. എന്റെ പണി പെട്ടെന്ന് കഴിക്കുന്നത് ഈ വാഷിംഗ് മെഷീനാണ്. ഇനി ഇത് അമ്മേന്റെ ചെടിയാണ്. നിറയെ ചെടി ഉണ്ടായിരുന്നു. മറ്റേ ശബരിമലയിൽ പ്രസാദം കിട്ടണ പാത്രത്തിൽ നിറച്ച് കൊറേ ചെടി കൊണ്ടുപോയിടും. ഇതേ കിടക്കുന്ന ഇതേത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പാത്ര? ഇതേതാ? ഗുരുവായൂരോ? അതെ, ഗുരുവായൂരിന്ന് ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടിയതിനകത്ത് കൊണ്ടുപോയി ചെടി ഇട്ടിട്ടുണ്ട്. എന്ത് പാത്രം കിട്ടിയാലും അതിനകത്ത് കൊണ്ടുപോയിട്ട് ചെടി ഇടുക. അപ്പൊ പിന്നെ മീനുണ്ടായതുകൊണ്ട് മീനാണ് ഇടുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടില് സ്വന്തം വീട്ടിലുണ്ടായി കരിവേപ്പിൻ്റെ ഇല. എൻ്റെ മോക്ക് ചിക്കൻ കടായി, ഞാൻ ചിക്കൻ കടായി ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞത്. ഇപ്പൊ ചിക്കൻ കടായി ഉണ്ടാക്കാൻ പോവുകയാണ്. അമ്മ അതിന്റെ പണികളിലാണ്. അതിന്റെ പണിയിലാണ്. ഇന്നലെ ചിക്കൻ കടായി ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കടായി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ സാവധാനം പെട്ടെന്ന് വേവട്ടെ. പെട്ടെന്ന് വെന്താൽ കരിഞ്ഞു പോയ ടേസ്റ്റ് കുറയും. പിന്നെ അതാണ് ചോറ് വെക്കാൻ തീ വിറക് കത്തിക്കണം. പലപ്പോഴും ചോറ് വെക്കുള്ളത് ചോറ് ഇവര് ഇപ്പൊ വീട്ടില് അച്ഛനും അമ്മയും മാത്രമേ മിക്കവാറും ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? അല്ല ചപ്പാത്തിയോ പിന്നെ ചോറ് അരി വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. ആ താഴത്തെ അവിടെ മറ്റേ വിറക് വെക്കുന്ന സ്ഥലം കാണൂല. ഒക്കെ ഞങ്ങൾ പണിക്കാർ വരുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഐഡിയകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ചെറിയൊരു വർക്കേരിയ എന്ന് പറയാൻ പറ്റില്ല. കാര്യമായിട്ട് ഈ മഴക്കാലത്ത് കാര്യങ്ങൾ ഇതൊക്കെ ചിക്കിടാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. കാര്യമായിട്ട് അത് ഉണ്ടാക്കിയതാണ്. അതിനാണ് ഇപ്പോൾ കാര്യമായിട്ട് ഉണ്ടാക്കിയത്. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. പുറത്തിട്ട് പോന്നാൽ എടുത്ത് വയ്ക്കാൻ ആളില്ലാത്തതുകൊണ്ട് വയലിന് തെറ്റുമതി അവിടെ ഭദ്രമായിട്ട് നിന്നോളൂ. പിന്നെ ഞാൻ അപ്പോൾ ഇവിടുത്തെ ഭാഗം കഴിഞ്ഞ് മുകളിലെ ഏരിയയിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. എന്താണ് കേസ്? പിന്നെ അനുവിൻ്റെ ഐഡിയകളാണ്. കഞ്ചിച്ചിയുടെ കലാവിരുദ്ധങ്ങളാണ് അനു കൊണ്ടുവന്ന് മതിയാക്കിയതാണ്. അതൊക്കെ ശരി. ഇതാണ് ഒരു ബെഡ്റൂം. ലൈറ്റ് മറ്റേ അയ്യോ, ആ ഫാൻ ഇടല്ലേ? ആ ഫാൻ സൗണ്ട് ഉണ്ടാവില്ലേ? പിന്നെ
ഇവിടെ ചെറിയൊരു അലമരയുണ്ട്. ഇത് ഞാൻ മേക്ക് ഓവർ കൊടുത്തതാണ്. ആദ്യം സാധാ ഒരു കളറായിരുന്നു. അപ്പം എനിക്ക് വൈറ്റ് ഫർണിച്ചർ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെള്ള പെയിൻ്റ് അടിച്ചതിന് ഇങ്ങനെയാക്കി. പിന്നെ ഇതൊക്കെ നമ്മുടെ എക്സ്റ്റെൻഡഡ് സാധനമാണ്. ആദ്യത്തെ ഒരു വീടിൻ്റെ പ്ലാനിൽ ഇതൊന്നും ഇല്ല. അത് നമുക്ക് താഴെ കണ്ടാൽ മനസ്സിലാവും. താഴെ ഈ പഴയ ടൈലും, താഴെ കണ്ടില്ലേ പഴയ ടൈലും ഇതിപ്പോൾ എടുത്തതാണ്. അങ്ങോട്ടാ? ആ, ഇതാണ് ഏട്ടൻ്റെ റൂം. ഇതും ഫുള്ളി സ്പോൺസർഡ് ബൈ ദാസേട്ടൻ. ഇല്ല, ഉണ്ടോ? ഇല്ല, ഇല്ല. പിന്നെ ഇനി ബാത്റൂം വെച്ചെടുത്തു. പിന്നെ ഇതിങ്ങനെ മൊത്തം അലമാരയാന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ട്. ഇതാണ് ബാത്റൂം. പുറമെ കാണുന്നതിലേക്ക് വലിയൊരു അലമാരയാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ആ, അവരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ എന്തൊരു പീസ് ബാക്കി ഉണ്ടായപ്പോ ഒരു ബോക്സ് ബാക്കിയായപ്പോ വേണ്ടാന്ന് വെച്ചപ്പോ അപ്പൊ ഏട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നു. ഓൾറെഡി ഒരു ബോക്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമില് പോയിട്ട് കുഷ്യൻ അടുപ്പിച്ച് ഷെയറാക്കി. പിന്നെ വാഹനം ഇങ്ങോട്ട് ഇതൊരു ചെറിയൊരു ഉണ്ടല്ലോ. ആ, ഇവിടെ ആയിരുന്നു ആദ്യത്തെ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം എടുത്തിട്ട് ഓപ്പൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കല്യാണത്തിന് പറയാൻ പണിയായിരുന്നു. രണ്ടാമതൊരു ബാത്റൂം നോക്കിയത്. പിന്നെ ഇത് നമ്മുടെ ഇതിങ്ങനെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ്. റെഡിയാക്കി വെച്ചാൽ തുറക്കാൻ പറ്റില്ല. അതിനങ്ങോട്ട് ഓപ്പണായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിന് വേദിച്ചിട്ട് കമ്പിയൊക്കെ വെച്ച് കെട്ടിയതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്ത് കുച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഷീറ്റിട്ടിൽ ഇതൊക്കെ ഞങ്ങൾ തൊട്ട് അയൽവാസി താത്താന്മാരാണ്. പിന്നെ അമ്മേന്റെ കുരുമുളക് കൃഷി എല്ലാം മുതൽ അതുമിൽ നിറച്ച അമ്മേന്റെ കുരുമുളകാണ്. ആ പ്ലാവൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്ന വിചാരിക്കേണ്ട, മൊത്തം കുരുമുളകാണ്. അതുകൊണ്ട് തന്നെ പറിക്കാൻ പറ്റാറില്ല. മതിലിന്റെ മുകളിലൊക്കെ അതൊക്കെ കുരുമുളക് സാധനമാണ്. ഓക്കെ, പിന്നെ ഇവിടെ വെറൈറ്റി ക്ലോക്ക് ഉണ്ട്. ഇത് പോടുന്നുണ്ടോ? ഇല്ല, ഇത് പോടുന്നില്ല. ഇത് നമ്മൾ ചുമ്മാ ചുമരുമ്പിൽ ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്ത സാധനം. ഒക്കെ ഏട്ടന്റെ ഓരോ ഇതാണ് മോഡല് സിറ്റ് ഔട്ട്. അയ്യോ, അത് കഴിഞ്ഞ് വീണാ. ഞങ്ങളിത് ഇപ്പൊ എടുത്ത് കെട്ടിയിട്ടുള്ളായിരുന്നു. അത് വെള്ളം താഴത്തേക്ക് പോരുന്നത് നോക്കിയാൽ കാണുന്ന ടവറുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അയൽവാസികൾ സ്വന്തം പാപ്പപ്പെടും പാപ്പനും വിരച്ചനും മക്കളാണ്. ഓക്കെ, ആ
നമുക്ക് ഗസ്റ്റ് ആരെങ്കിലും വന്ന് നമ്മൾ മുകളിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി, നമുക്ക് താഴത്ത് ആരാണ് എന്താണ് വന്നതെന്നൊക്കെ മനസ്സിലാകും. സോ ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ അമ്മ, ഇത്രയല്ലേ ഉള്ളൂ. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ക്യാമറ ലൈറ്റ് കത്തും ഇവിടെ ആ കൊലായിൽ ലൈറ്റും പിന്നെ ക്യാമറ, CCTV അതെല്ലാം ഷിജേട്ടൻ്റെ എന്താ പറയുക വർക്കാണ്. ഇവിടെ ക്യാമറ ഉണ്ടെങ്കിൽ കാണും അറിയില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ ഈ ബൾബ് എന്ന് പറയുന്നതും ഓട്ടോമാറ്റിക്കലി കത്തും. അപ്പം സേഫ്റ്റി സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, മഴ ആയതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ട്. ഇതെൻ്റെ ഏട്ടൻ്റെ വണ്ടിയാണ്. ഗാർഡനൊക്കെ ഇപ്പം മഴ. ഓക്കെ ഓക്കെ ബൈ. അത് പിന്നെ ഒരു ദിവസം ചെയ്യാം, അത് കുറേ ഉണ്ടല്ലോ അമ്മേൻ്റെ, കുറേ ഇഷ്ടംമാരുണ്ട് അമ്മേൻ്റെ ഗാർഡൻ. ഓക്കെ ബൈ പറഞ്ഞമ്മ. ബൈ.